CPIM നേതാവ് ശ്രീ എ വിജയരാഘവൻ നമ്മളോടൊപ്പം ടെലിഫോണായി ചേരുകയാണ്. ശ്രീ എ വിജയരാഘവൻ, ഈ രാജ്യത്ത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്ത ഏക പാർട്ടി CPIM. ഇലക്ട്രൽ ബോണ്ടിനെതിരെ നിയമ പോരാട്ടം നടത്തി അത് ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി വിധിച്ചതിന് ഇടയാക്കിയ പാർട്ടി CPIM. ആ CPIM മേഘ കൺസ്ട്രക്ഷൻസിൽ നിന്ന് 25 ലക്ഷം രൂപ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയെന്ന് മലയാള മനോരമ പച്ചക്കള്ളം എഴുതിയിരിക്കുന്നു. എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? അല്ല, അത് മലയാള മനോരമയിൽ അങ്ങനെ ഒരു വാർത്ത വന്നാൽ അതിൽ അത്ഭുതപ്പെടേണ്ട അത്ഭുതം തീരെയില്ല. എല്ലാ ദിവസവും രാവിലെ നിശ്ചിത എണ്ണം CPM വിരുദ്ധ വാർത്തകൾ കൊടുക്കുക എന്നുള്ളത് അവിടെ വീതം വെച്ച് കൊടുത്തിട്ടുള്ള ജോലിയാണ്. അത് ചുമതലപ്പെടുത്തിയ ലേഖകന്മാര് അത് തയ്യാറാക്കി കൊടുത്തില്ലെങ്കിൽ അവരുടെ ജോലിയും പോകും. അതുകൊണ്ട് വിജയരാഘവൻ, അങ്ങനെ ചെയ്യുമ്പോൾ പോലും അതിലും ഒരു മാന്യത കാണിക്കേണ്ടേ? ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകൾ നമ്മുടെ മുൻപിൽ, പൊതുസമൂഹത്തിന് മുൻപിലുണ്ടല്ലോ, CPIM വാങ്ങിയിട്ടില്ല എന്ന്. അല്ല, ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഇലക്ടോറൽ ബോണ്ടുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇന്ത്യയിൽ നടന്ന വലിയ സംവാദങ്ങളുണ്ട്. സുപ്രീം കോടതി വരെ ഇടപെട്ട ഒരു വിഷയമാണത്. സുപ്രീം കോടതി തന്നെ വിധിയും തീർപ്പും കൽപ്പിച്ച ഒരു വിഷയമാണ് ഇലക്ടോറൽ ബോണ്ട്. നമ്മുടെ തൊട്ട് കണ്ട് മുന്നിൽ കിടക്കണത് ഈ ഒട്ടും സുതാര്യമല്ലാത്ത ഭരണകക്ഷിക്ക് അനുകൂലമായി രൂപപ്പെടുത്തിയ ഒരു സംവിധാനമാണത്. BJP കേന്ദ്രാധികാരത്തിൽ വന്നതിന് ശേഷം BJPക്ക് അവർ നൽകുന്ന കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന ക്രോണിക് കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന ധനസഹായത്തിന് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യമാണത്. സ്വാഭാവികമായിട്ടും അതിനെ എതിർക്കുക, തുടർച്ചയായിട്ട് എതിർക്കുക എന്ന നിലപാട് സ്വീകരിച്ചത് CPM ആണ്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവരെയും പൊതുസമൂഹത്തിനറിയാം. അത്തരം ഒരു കാര്യത്തിൽ കൃത്യതയുള്ള നിലപാട് തുടർച്ചയായി സ്വീകരിച്ച് പോകുന്ന പാർട്ടിയാണ് CPIM. അതുമാത്രമല്ല, ഇതിനു മുമ്പ് കോർപ്പറേറ്റുകൾ നൽകിയ പണം തിരിച്ചു വേണ്ട എന്ന് പറഞ്ഞ പാർട്ടിയാണ് CPM. കോർപ്പറേറ്റുകൾക്ക് ടാറ്റ പോലുള്ള കോർപ്പറേറ്റ് കമ്പനികൾ പണം തീരുമാനിച്ച ഓരോ പാർട്ടിക്കും കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അത് വാങ്ങില്ല എന്ന് പരസ്യമായി പ്രതികരിച്ച ഒരു പാർട്ടിയാണ് CPM ഫണ്ട് വാങ്ങില്ല എന്നതിന് അർത്ഥമാക്കേണ്ടതില്ല. CPM ഫണ്ട് ശേഖരിക്കും, സുതാര്യമായ ധനവിഭവ ശേഖരണം നടത്തുന്ന ഒരു പാർട്ടിയാണ് CPMന്റെ ധനവിഭവ ശേഖരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് CPM അംഗങ്ങൾ കൊടുക്കുന്ന പണമാണ്. എല്ലാ CPIM അംഗവും അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ നിന്ന് നിശ്ചയ ശതമാനം, പാർട്ടി കണക്കാക്കിയ ഒരു ശതമാനക്കണക്കുണ്ട്, അതിൽ വരുമാനം ഒരു കണക്കാക്കിയിട്ട് ആ സ്ലാബ് അനുസരിച്ച് സ്വന്തം ലെവി എല്ലാ സഖാവും കൊടുക്കുന്നുണ്ട്, എല്ലാ പാർട്ടി അംഗവും കൊടുക്കുന്നുണ്ട്. അപ്പൊ 10 ലക്ഷം പാർട്ടി അംഗങ്ങളും പ്രതിമാസം നൽകുന്ന ഒരു സംഭാവന ഉണ്ട്. അതിലൂടെയാണ് CPMന്റെ വരുമാനം. 10 രൂപ കൊടുത്താൽ തന്നെ 10 ലക്ഷമായി, 100 രൂപ കൊടുത്താൽ 1 കോടി രൂപയായി. അത് എല്ലാ പാർട്ടി അംഗവും തുടർച്ചയായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ശ്രീ എ വിജയരാഘവൻ, ഇതൊക്കെ പാർട്ടിയുടെ സംഘടനാപരമായ രീതികൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പൊതുസമൂഹത്തിന് മുൻപിലുള്ളതാണ്. ഇപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട രേഖകളും പൊതുസമൂഹത്തിന് മുൻപിലുണ്ട്. ഈ മേഘ ഇപ്പോൾ CPIMന് ഇലക്ട്രൽ ബോണ്ടായി പണം നൽകി എന്ന് പറയുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട കാരണം ദേശീയപാത നിർമ്മാണമാണെന്നേ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഈ 2 റീച്ചുകളിൽ പണിയെടുക്കുന്നത് മേഘ കൺസ്ട്രക്ഷൻസ് ആണ്, മലബാറിലെ ഈ ചെങ്കള നീലേശ്വരം തളിപ്പറമ്പും. അപ്പോൾ ദേശീയപാതയിലെ പ്രശ്നങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും പാർട്ടി ഒന്ന് കൊണ്ടെത്തിക്കണമോ? അതിന് വേണ്ടിയിട്ടുള്ള വല്ലാതെ പണിയെടുക്കലാണ് ഈ നടക്കുന്നത്. അല്ല, അത് മലയാള മനോരമ വല്ലാണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ദേശീയപാതയിൽ നിന്നൊരു കല്ല് വീഴുമോ എന്നാണ് മനോരമ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കല്ല്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രവർത്തനവും നടത്തുമ്പോൾ അത് പൂർത്തീകരിക്കുന്നതിനിടയിൽ ഇങ്ങനെ പലതും സംഭവിക്കും. ഇടുക്കി ഡാം ഉണ്ടാക്കിയപ്പോൾ എത്ര അത്യാഹിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുമ്പോഴും അത്യാഹിതങ്ങളും ഒക്കെ സംഭവിക്കുന്നത് അത് യാദൃശ്ചികമായി സംഭവിക്കുന്ന അപകടങ്ങളാണത്. അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ മലയാള മനോരമയ്ക്ക് ഇഷ്ടമില്ല. അതാണ് എന്റെ കാര്യം. ഈ കേരളത്തിൽ 6 വരി ദേശീയപാത വരുന്നതിനെ ഇഷ്ടപ്പെടാത്ത പത്രമാണ് മനോരമ. അതുകൊണ്ടാണ് പുതും എന്നുള്ള ഒരു തലക്കെട്ട് ലോകത്ത് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഭൂമിയിൽ കൊടുത്തിട്ടുണ്ട് ഒരു പത്രം. അതിന്റെ മേലെ ചന്ദ്രക്കല, അതിന്റെ മേലെ ധ, അതിന്റെ മേലെ തും എന്ന് മുഖ്യ തലക്കെട്ടായിട്ട് ലോകത്തൊരു പത്രം കൊടുത്തിട്ടുണ്ടോ? കൊടുക്കാൻ സാധിക്കുമോ? കൊടുക്കാൻ സാധിക്കില്ല. മനോരമയ്ക്ക് മാത്രം കഴിയുന്നത് അത്. പിന്നെ അവരുടെ സഹജീവികൾ ചിലരുണ്ട്, അവർക്കും പറ്റും. അതൊക്കെ രാഷ്ട്രീയമായ അവരുടെ കടന്നാക്രമണമാണ്. അതിൽ മാന്യതയും സാമൂഹ്യ നീതിയൊന്നും അവർക്ക് ഇല്ല. നമ്മളെല്ലാം പാലിക്കുന്ന സാമാന്യ നീതിക്ക് വിധേയമായിട്ടുമല്ല മനോരമ പ്രവർത്തിക്കുന്നത്. CPMനെ എതിർക്കാൻ എത്ര ഹീനവും വില കുറഞ്ഞതുമായ പ്രവർത്തനം നടത്തും. ആ പട്ടികയിൽ ഒന്നുകൂടി എന്ന് കണ്ടാൽ മതി. അതിനധികം വെയിറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. അത് അവർ തുടരും. നമ്മളതിനെ നേരിടും. ഒരു വിട്ടുവീഴ്ചയില്ലാണ്ട് നേരിടും. ശ്രീ എ വിജയരാഘവൻ, ഇപ്പോൾ അങ്ങനെയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജ് നോക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നമ്മളോടൊപ്പം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, മനോരമ നിങ്ങൾക്കെതിരെ പതിവായി ഇങ്ങനെ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ, ഒരു വാർത്തക്കെതിരെയെങ്കിലും നിങ്ങളൊരു നിയമ നടപടി സ്വീകരിച്ച് അവരെ ഒന്ന് പൂട്ടിക്കൂടെ, എങ്ങനെയാണെങ്കിലും നിർത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതാണ് ശുദ്ധ വിവരക്കേട് എന്ന് പറയുന്നത്.
നമുക്കെതിരെ വരുന്ന വാർത്തയ്ക്കെതിരെ നിയമ നടപടികൾക്ക് എല്ലാ ദിവസവും രാവിലെ കോടതിയിൽ നിന്ന് പോരാൻ നമുക്കും നേരണ്ടല്ല. നിയമപരമായ നടപടിയെടുക്കണമെന്നില്ല ഇതിന്റെ ജോലി. ഇതിനെ നേരിടുക, അതിന് രാഷ്ട്രീയമായും ആശയപരമായും അത് നേരിടുക. എത്ര കാലമായിട്ട് നേരിടുന്നു? കേസ് കൊടുത്തിട്ടാണ് മനോരമയെ നമ്മൾ നേരിട്ടിരിക്കുന്നത്? അല്ല, കേസൊന്നും കോടതി അത് ആവശ്യമായി വന്നാൽ ചിലപ്പോൾ കോടതിയിലേക്ക് പോകും. ആവശ്യമായിട്ടൊക്കെ വന്നാൽ തീറ്റകൂലെന്ന് കണക്കാക്കേണ്ട കാര്യമില്ല. പക്ഷെ അതെല്ലാം മാർഗം, അതൊരു എളുപ്പവഴിയാണ്. അത് സാധാരണ ഈ കളവ് ചെയ്യുന്നവരൊക്കെ പറയുന്ന കാര്യമാണ്. നിങ്ങൾ പോയി കേസ് കൊടുക്കുന്നത്, നാട്ടുപുറത്തിൽ വർത്താനം ചെയ്യും, നിങ്ങൾ പോയി കേസ് കൊടുക്കുന്നത്, ഈ കോടതിയിൽ തീരുന്ന കാര്യങ്ങളൊക്കെ പറയും. ഇതൊക്കെ രാഷ്ട്രീയല്ലേ? രാഷ്ട്രീയമായ ഒരു കാര്യത്തിന് കോടതിയോട് മാത്രം പരിഹരിക്കാൻ പറ്റും. കോടതിയിൽ നേരിടേണ്ട ചില കാര്യം ഉണ്ടാവും, അപ്പൊ കോടതിയൊന്നും നേരിടും, അല്ലെങ്കിൽ അതെല്ലാവരും നേരിടും, എല്ലാ നിലയ്ക്കും നേരിടും. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ നിയമപരമായി നേരിടും, നിയമപരമായി എല്ലാറ്റിനും നേരിടും, രാഷ്ട്രീയമായും നേരിടും. ഏതെല്ലാം തരത്തിൽ ശത്രു നമുക്കെതിരായി അതിക്രമം നടത്തുകയോ ആ എല്ലാ മേഖലയിലും അവർ പ്രതിരോധിക്കുക. അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തനം. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. താങ്കൾക്ക് തിരക്കുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ സമീപകാലത്ത് നമ്മൾ കണ്ടുവരുന്നത് എന്താണ്? മലയാള മനോരമ ഒരു വാർത്ത കൊണ്ടുവന്നാൽ പിറ്റേ ദിവസം സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് അത് എടുത്തുകൊണ്ടുവരും. അതിന്റെ വസ്തുതകളോ അതിന്റെ സത്യാവസ്ഥയോ നോക്കാറില്ല. ഇവിടെ ഇന്ന് ഈ വാർത്ത വന്നിട്ടുണ്ട്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ വേണമെങ്കിൽ, ഞാൻ പറയുന്നു വേണമെങ്കിൽ, നിങ്ങൾക്കെതിരെ ആരോപണമായിട്ട് വി ഡി സതീശൻ ഉന്നയിക്കാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോഴുണ്ട് നമ്മുടെ സമീപകാല ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ. അല്ല, ഇതിൽ നമ്മൾ കണ്ടത് ഒരു ഈ മലയാള മനോരമ എടുക്കുന്നതിലും പിന്നെ ഇവിടെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്. ഈ തല പോയ തെങ്ങ് പോലെ നിൽക്കുന്ന, സമൂഹത്തിൽ അംഗീകാരമില്ലാത്ത കുറെ ആളുകളും അവരുടെ സ്വകാര്യ ചാനലുകളും ഒരു ഇത്തരം വാർത്തകൾ ഉണ്ടാക്കും, ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും. അത് മനോരമ വാർത്തയാക്കും. അത് പിന്നെ പ്രതിപക്ഷം ഉപയോഗിക്കും. 3 കൂട്ടുണ്ട്. 2 കൂട്ടരായിട്ട് ചുരുക്കണ്ട, മൂന്നാമതൊരു കൂട്ടർ കൂടി ഉണ്ട്. അവരുടെ പേര് ചെയ്യാൻ പറയുന്നില്ല. ഇങ്ങനെയുണ്ട്. സാമൂഹ്യ വിരുദ്ധമായ സ്വഭാവമുള്ളവരാണ് അത്. അവരൊക്കെ തുടങ്ങിയിട്ട് ചില്ലറ ചാനലുകൾ അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി ചില സംഘടനകൾ ഇങ്ങനെയുണ്ട്. അവരാദ്യം പറയും, അത് മനോരമ ന്യൂസാക്കും. അത് പിന്നെ പ്രതിപക്ഷ നേതാവ് കൊടുക്കും. അതിപ്പോ കഴിഞ്ഞ കുറെ കാലമായിട്ട് കേരളത്തിൽ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു ശ്രീ എ. വിജയരാഘവൻ.